എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നാരായണീയത്തിലെ വളരെ ആഴത്തിലുള്ളൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ദശകം 5. പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപ് കാലം പോലുമില്ലാതിരുന്ന ആ ഒരു അവസ്ഥയെ മേൽപത്തൂർ എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം ഈ 5 ശ്ലോകങ്ങളിലൂടെ. അല്ലെ, ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ് എന്തായിരുന്നു? ശാസ്ത്രവും തത്വചിന്തയും എല്ലാം ഒരുപാട് അന്വേഷിക്കുന്ന ഒരു കാര്യമാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മൾ ദശകം 5ലേക്ക് കടക്കുന്നത്. അപ്പോ ഈ അവസ്ഥയെ, അതായത് ഭഗവാൻ സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപുള്ള ആ ഒരു സ്റ്റേജിനെ പ്രളയം എന്നാണ് പറയുന്നത്. എല്ലാം ഒന്നായി ലയിച്ചു ചേർന്ന ആ ഒരു അവസ്ഥ, അതിനെക്കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ ശ്ലോകം. ദശകം 5 ശ്ലോകം 1. വ്യക്താവ്യക്തമിതം നകിഞ്ചിത ഭവത്പ്രാക് പ്രാകൃതപ്രക്ഷയെ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുഷ്യ തദാമൃതം ച സമഭൂനാഹ്നോ ന രാത്രേഃ സ്ഥിതിയെ സ്തത്രേകസ്ത്വമശിഷ്യഥാഃ കില പരാനന്ദപ്രകാശാത്മനാ. അപ്പോ എന്താണ് ഈ ശ്ലോകം പറയുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, പ്രളയകാലത്ത് ഈ കാണുന്നതും കാണാത്തതുമായ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ അങ്ങ് അലിഞ്ഞു ചേർന്നിരുന്നു. മായയുടെ 3 ഗുണങ്ങളില്ലേ, സത്വം, രജസ്, തമസ്, അതൊക്കെ ഒരു പ്രവർത്തനവുമില്ലാതെ സന്തുലിതാവസ്ഥയിലായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, അന്ന് മരണമില്ല, മോക്ഷമില്ല, പകലെന്നോ രാത്രിയെന്നോ ഒരു വേർതിരിവില്ല. ആ ഒരു ശൂന്യതയില് ഒരു പരമമായ ആനന്ദമായി, ഒരു പ്രകാശമായി ഭഗവാൻ മാത്രം ശേഷിച്ചു. അപ്പോ എല്ലാം ലയിച്ചു ചേർന്ന് ഒന്നായ ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടി തുടങ്ങുന്നത്? അതിന് ഭഗവാന്റെ ഒരു സങ്കല്പം, ഒരു ഇച്ഛ മാത്രം മതിയായിരുന്നു. പക്ഷെ ഒരു സംശയം വരാം, എല്ലാം ലയിച്ചെങ്കിൽ പിന്നെ എങ്ങനെ വീണ്ടും ഉണ്ടാവും? അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകത്തിൽ. ദശകം 5 ശ്ലോകം 2. കാലഃ കർമ്മഗുണാശ്ച ജീവനിവഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷീ ത്വയി തദാ നിർലീനതാമായുഃ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാതിഷ്ഠതാം നോഷേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. കണ്ടോ, ഇതാണ് പോയിന്റ്. എല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതായി എന്നല്ല അർത്ഥം. കാലം, നമ്മുടെ കർമ്മങ്ങൾ, ജീവജാലങ്ങൾ, ഇതെല്ലാം ഒരു വിത്തിനുള്ളിൽ മരം ഒളിഞ്ഞിരിക്കുന്നതുപോലെ ഒരു കാരണരൂപത്തിൽ ഭഗവാനിൽ തന്നെ ഉണ്ടായിരുന്നു. ഭട്ടതിരിപ്പാട് വളരെ മനോഹരമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇല്ലാത്ത ഒന്നിൽ നിന്ന്, ഒരു ആകാശപുഷ്പത്തിൽ നിന്ന് എങ്ങനെയാണ് വീണ്ടും എന്തെങ്കിലും ഉണ്ടാകുന്നത്? ശരിയല്ലേ? ദശകം 5 ശ്ലോകം 3. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതാവീക്ഷാം സുസൃക്ഷാത്മികാം ബിഭ്രാണിത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാതാഹ ഖലു കാലശക്തിരഖില ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിധതുസ്തസ്യാ സഹായക്രിയാം. അപ്പോ ഒരുപാട് കാലം, അതായത് ബ്രഹ്മാവിന്റെ ആയുസ്സിന് തുല്യമായ അത്രയും കാലം കഴിഞ്ഞപ്പോ ഭഗവാനെ സൃഷ്ടിക്കാനൊരാഗ്രഹം തോന്നി. അതിന് വലിയ കോലാഹലമൊന്നും വേണ്ടി വന്നില്ല. വെറുമൊരു നോട്ടം. ഭഗവാന്റെ ആ ഒരു നോട്ടത്തിൽ അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന മായ ഉണർന്നു. പിന്നെയൊരു പൊട്ടിത്തെറിയായിരുന്നു. മായയിൽ നിന്ന് കാലം, കർമ്മം, ഓരോ ജീവിയുടെയും സ്വഭാവം, ഇതെല്ലാം പുറത്തേക്ക് വന്ന് ആ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥയെ തകർത്തു. അവിടെയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് തുടക്കമാകുന്നത്. ഓക്കെ, അപ്പൊ മായ ഉണർന്നു, ഗുണങ്ങളുടെ ബാലൻസ് തെറ്റി. ഇനി എന്ത്? പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, അതിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ ഒന്നൊന്നായി രൂപപ്പെടാൻ തുടങ്ങി. അതിൽ ആദ്യത്തേതെന്തായിരുന്നു? നമുക്ക് നോക്കാം. ദശകം 5 ശ്ലോകം 4. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷിതീഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിഷിവാൻ ജീവോപി നൈവാപരഃ കാലാദിപ്രതിബോധിതാ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. ഈ ശ്ലോകം ഭഗവാന്റെ റോൾ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഭഗവാൻ മായയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ അതിലൊന്നും ഇടപെടാതെ ഒരു സാക്ഷിയെപ്പോലെ മാറി നിന്ന് കാണുകയാണ്. പിന്നെ ഈ മായയിൽ കാണുന്ന ഭഗവാന്റെ പ്രതിബിംബങ്ങൾ, അതായത് റിഫ്ലക്ഷൻസ്, അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും, ജീവന്മാർ. അതായത് നമ്മൾ ഭഗവാനിൽ നിന്ന് വേറെയല്ല. അപ്പോ ഭഗവാന്റെ ഈ ഒരു പ്രേരണ കൊണ്ട് മായ ആദ്യത്തെ തത്വം സൃഷ്ടിച്ചു. അതാണ് ബുദ്ധിതത്വം അഥവാ മഹത്. അപ്പോ എന്താണീ മഹത് എന്ന് പറഞ്ഞാൽ?
സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് കോസ്മിക് ഇന്റലിജൻസ് ആണ്, പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ പ്രകടമായ രൂപം. നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ബുദ്ധിയുടെയെല്ലാം കൂടിച്ചേർന്ന ഒരു വലിയ പ്രാപഞ്ചികമായ ബുദ്ധി, അതാണ് മഹത്. ഓക്കെ, അപ്പൊ കോസ്മിക് ഇന്റലിജൻസ് ഉണ്ടായി. പക്ഷേ ഞാൻ, എന്റേത് എന്നൊക്കെയുള്ള ചിന്ത, നമ്മുടെ ഈ വ്യക്തിപരമായ ഈഗോ, അതെവിടെ നിന്ന് വന്നു? ആ പ്രാപഞ്ചിക ബുദ്ധിയിൽ നിന്ന് ഈ വ്യക്തിപരമായ ഞാൻ എന്ന ഭാവം എങ്ങനെയുണ്ടായി? അതാണ് നമ്മുടെ ഈ ഭാഗത്തെ അവസാനത്തെ ശ്ലോകം പറയുന്നത്. ദശകം 5, ശ്ലോകം 5. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധനിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹന്തത്വം മഹാൻ ഖൽവസൗ സാപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. 5. ഈ മഹത്തത്വത്തില് 3 ഗുണങ്ങളുമുണ്ട്. പക്ഷേ സത്വഗുണമാണ് കൂടുതൽ. അതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്നത് ഞാൻ എന്ന ഒരു പ്രാപഞ്ചിക ബോധമാണ്. അതായത് ഞാൻ ഉണ്ട് എന്നൊരു ബോധം. പക്ഷെ ഇത് ഞാൻ എന്ന വേർതിരിവില്ല. എന്നാൽ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തമോ ഗുണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരൊറ്റ ഞാൻ പലതായി പിരിയും. ഇതെന്റെ ശരീരം, ഇതെന്റെ ചിന്ത എന്നൊക്കെ തോന്നുന്ന വ്യക്തിപരമായ ഈഗോ അഥവാ അഹം തത്വം ഉണ്ടാകും. പ്രപഞ്ചത്തിലെ ഈ കാണുന്ന വൈവിധ്യങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്നാണ്. അപ്പോ നാരായണീയത്തിലെ ആദ്യത്തെ ഈ 5 ശ്ലോകങ്ങൾ പ്രബന്ധ സൃഷ്ടിയുടെ എത്ര ഗഹനമായ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നതെന്ന് നോക്കൂ. ഇതുപോലെയുള്ള അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു ചെറിയ ശ്രമമാണ് ഞങ്ങളുടേത്. ഇതുവരെ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേർന്നതിന്, ഇത്രയും ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. അതുപോലെ ജ്ഞാനകോശം ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി ഇങ്ങനെ ഒരുപാട് ഭാഷകളിൽ ആത്മീയമായ അറിവുകൾ പങ്കുവെക്കുന്നുണ്ട്. കൂടുതൽ ഭാഷകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: സനാതനധർമ്മത്തിലെ ഈ അമൂല്യമായ അറിവുകൾ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിലേക്കെത്തിക്കുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാസഹസ്രനാമം, ദൈവത്തിൻ കുരൾ, പിന്നെ മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും മഹത്തുക്കളായ സന്യാസിമാരുടെ കഥകൾ, ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ജ്ഞാനകോശം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞങ്ങൾ ദിവസവും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊക്കെ പങ്കുവയ്ക്കാനും മറക്കരുത്. നല്ല കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണമല്ലോ. സനാതനധർമ്മത്തിന്റെ ഈ വെളിച്ചം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുതൽ പ്രകാശിപ്പിക്കാം. ഒരിക്കൽ കൂടി നന്ദി.